ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി സരയും സൈറ്റിലേക്ക് പോവാണ്. സൈറ്റിലേക്ക് പോയ സരയു കല്യാണിനെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം സരയുനോട് ഇങ്ങനെ കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ചെയ്യാം, ഇവിടെ അങ്ങനെ ചെയ്യാം, ഓരോരോ സൈറ്റില് എന്തൊക്കെ വർക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ കല്യാണി ഒരു തെറ്റത്ത് നിൽക്കുമ്പോഴേക്കും സരയു പുറകെ കുടിന്നിട്ട് ഒറ്റ തള്ളു തള്ളാൻ വേണ്ടി പോണ സമയത്താണ് അവിടേക്ക് കിരൺ വരുന്നത് കേട്ടോ. കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സരയും ആകെ ഞെട്ടി പുറകെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും എന്താണ് കിരൺ നിൽക്കുന്ന കാണുമ്പോൾ ആകെ ടെൻഷനാവാണ്. ഇനി കിരൺ എങ്ങാനും കണ്ടോ എന്നൊക്കെ ടെൻഷനാണ് നമ്മുടെ സരയുവിന്. പക്ഷെ കിരണൊന്നും കണ്ടിട്ടൊന്നുമില്ല. കല്യാണിനെ സരയു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. സരയുവിനാണെങ്കിൽ ഷാരി ആന്റി കാണണോന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടിയിട്ടാണ് കിരൺ വന്നത്. അപ്പൊ കിരൺ പറയുന്നുണ്ട് സരയുവിന ഷാരി ആന്റി കാണണോന്ന് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഷാരി ആന്റി ഇപ്പോ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോ സരയുവിനെ കാണണോന്ന് പറഞ്ഞു. ഞാൻ ഷാരി ആന്റി അടുത്ത് സരയുവിനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. അതാ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട എന്നാ സരയു പോയിട്ട് വാ എന്ന് പറയാണ്. കിരൺ കല്യാണി അടുത്ത് ചോദിക്കണ്ടല്ല, നീ ഇത് കണ്ട് നേരെ ഓഫീസിലേക്കാണോ കല്യാണി പോകുന്നത്? അല്ല, വേറൊരു സൈറ്റിൽ പോയി നോക്കാനുണ്ട് കിരൺ ഏട്ടാ. ശരി, നീ ആ സൈറ്റിൽ പോയി നോക്കിക്കോ, ഞാൻ അപ്പോഴേക്കും അവിടേക്ക് എത്താം. സരയുവിനെ ഒന്ന് ഹോസ്പിറ്റലാക്കിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വന്നോളാം. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ ആണെങ്കിൽ സരയുവിനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്കൊക്കെ സരയുവിനോട് പറയുന്നുണ്ട് താരാന്റിക്ക് എന്തൊക്കെയോ വിഷമമുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം നീ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് സരയുവിനെ ഹോസ്പിറ്റലാക്കണം. അപ്പൊ അത്രയും ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അങ്ങനെ നാളെ കാണിക്കാൻ പോണത് സരയു നേരെ ഷാരിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ഷാരി ഇങ്ങനെ കണ്ണു തുറന്നിരിക്കും മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് സരയു വരുന്നുണ്ട്. അമ്മക്കിപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടെന്നോ കുഴപ്പമില്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, നിന്റെ ആഗ്രഹം നടന്നില്ലല്ലോ, ആ ഒരു വിഷമേ എനിക്കുള്ളൂ. എന്നാലും അമ്മക്ക് ഇങ്ങനെ കുത്തുകൊണ്ടല്ലോ അമ്മേ. അവൾ ആര് കൊല്ലാൻ നോക്കിയാലും അവർക്കാണല്ലോ തിരിച്ചടി കിട്ടുന്നത്. അതല്ലേ മോളെ ഞാൻ നിന്നോട് പറഞ്ഞത്, അവളെ കൊല്ലുന്നതും അവൾ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ അത് മറന്നേക്കാൻ നമുക്ക് തന്നെയാണ് അത് തിരിച്ചടി കിട്ടുള്ളൂ. അമ്മക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല അമ്മേ. എനിക്ക് എന്റെ കിരണ്ണ വേണമെന്നുണ്ടെങ്കിൽ കല്യാണം ഇല്ലാതായാലേ പറ്റൂ. കല്യാണി ഇല്ലാതാവണം. നോക്കിക്കേ, സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് നല്ലൊരു അവസരം കിട്ടിയതാണ്. ഇന്ന് അവൾക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞ ഒരു ബിൽഡിംഗ് ഞാൻ പണിതത്. അവളെ കൊല്ലാൻ എളുപ്പത്തിന് ആ ഒരു ഡിസൈനിൽ ഒരു ബിൽഡിംഗ്, അതിന്റെ ഏറ്റവും മുകളിൽ ഞാൻ അവളെ എത്തിച്ചു, ഏറ്റവും അറ്റത്തിന് എത്തിച്ചു. അതിനുശേഷം അവളെ തള്ളിയിടാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങിയപ്പോഴേക്കുമാണ് കിരൺ പുറകെന്ന് വിളിച്ചത്. അമ്മ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ കിരൺ ഒരു 2 മിനിറ്റ് വൈകുവാണെന്നുണ്ടെങ്കിൽ കല്യാണിന്റെ ശവം ഇപ്പൊ കാണായിരുന്നു. അപ്പോ ഞാൻ കാരണമാണ് മോളുടെ ആ ഒരു പ്ലാൻ മുടങ്ങിയല്ലേ? അതെ, പക്ഷെ മോളെ നീ സൂക്ഷിക്കണം. കിരൺ എന്തെങ്കിലും സംശയം വന്നോ എന്ന് ചോദിക്കുകയാണ്. സരയു പാണ്ഡേ അവന് ഇതുവരെ സംശയമൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിലും അവൻ സംശയം പുറത്ത് കാണിക്കാതെ നടക്കുമായിരിക്കും. നീ ശരിക്കും സൂക്ഷിക്കണം മോളെ. അവൻ സംശയം ഉണ്ടെങ്കിലും അവൻ അത് പുറമേ കാണിക്കില്ല. എല്ലാ തെളിവുകളൊക്കെ കൈ കിട്ടിയിട്ട് അവൻ അത് പുറമേ നിന്നെ പ്രകടിപ്പിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവന് നന്നായിട്ട് നീ നിരീക്ഷിക്കണം. അവൻ എങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. സരയു പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാമേ, എന്നാലും എന്റെ അമ്മ എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഇതൊക്കെ ചെയ്തില്ലേ. പക്ഷെ എനിക്ക് മനസ്സിലാത്ത കാര്യം, അന്ന് പയസ് വീട്ടിൽ കയറിയപ്പോഴേക്കും അമ്മ എന്തിനാ അമ്മ പുറത്തേക്ക് ഇറങ്ങിയത്? അവൻ അമ്മയടുത്ത് പ്രത്യേകം പറഞ്ഞതല്ലേ റൂമിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാനായിട്ട്, പിന്നെ എന്തിനാ അമ്മ പുറത്തേക്ക് ഇറങ്ങിയത്? മോളെ അത് കല്യാണി പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കി. അപ്പൊ ആകെപ്പാട് ടെൻഷനായിട്ട് ഞാൻ അത് പുറത്തേക്ക് ഇറങ്ങിയതാ. അതുകൊണ്ട് അമ്മക്ക് കുത്തി കിട്ടിയില്ലേ. പക്ഷെ എങ്കിലും അമ്മക്ക് ഭാഗ്യമുണ്ട്, കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. ഡോക്ടറിന് പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. മോളെ നീ അവളെ കൊല്ലാൻ നോക്കുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്, നിനക്ക് ഇതുപോലെ വല്ല അപകടവും പറ്റുമെന്ന്. എനിക്ക് അങ്ങനൊന്നും പറ്റില്ലമ്മേ, ഞാൻ സൂക്ഷിച്ചും കണ്ട് എന്തും ചെയ്യുള്ളൂ. ഇനി എന്തായാലും ആരുടെ സഹായം ഞാൻ തേടുന്നില്ല. എന്റെ 2 അമ്മമാരുടെ സഹായം ഞാൻ തേടുന്നില്ല. പിന്നെ എന്നെ പ്രസവിച്ച അവരുണ്ടല്ലോ, ആ താര, അവര് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. അവർക്ക് ഞാനും കല്യാണിയും ഒരുപോലെയൊക്കെ തന്നെ ഏകദേശം. അതുകൊണ്ട് അവരെന്നോട് ഉപദേശമായിട്ട് വന്നിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും എന്റെ പെറ്റമ്മേനെക്കാളും നല്ലത് പോറ്റമ്മയാണെന്ന്. അതെ, എനിക്കിപ്പോ സ്നേഹം ഏതമ്മക്കാണെന്ന് ശരിക്കും മനസ്സിലായി. നിങ്ങൾക്ക് തന്നെയാ എന്നോട് സ്നേഹം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു ഷാരിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ. ഷാരി അപ്പൊ മരിക്കാൻ കിടക്കുമ്പോഴും കിരൺ എങ്ങനെയെങ്കിലും സരയുവിന്റെ സ്വന്തമാവണമെന്ന വിചാരം മാത്രമേ ഷാരിക്കുള്ളൂ. അതിനുശേഷം സരയു നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോണ സരയു ആണെങ്കിൽ താരെടുത്ത് പറയണ്ട്, ഇന്നെനിക്ക് നല്ലൊരു അവസരം കിട്ടിയാണ്. ഒറ്റ തള്ളേണ്ട കാര്യം ഉണ്ടല്ലോ, കല്യാണി മരിച്ചാനെ. പക്ഷെ കറക്റ്റ് സമയത്ത് കിരൺ അവിടെ എത്തി. ഈ പ്രാവശ്യം അവനാണ് ദേവദൂതനെ പോലെ വന്ന് അവളെ രക്ഷിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ അവള് മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റിയാനെ എന്ന് പറയുമ്പോഴേക്കും താര പറയണ്ട ഇതെല്ലാം ഉപേക്ഷിക്കും മോളെ, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. നല്ലൊരു പൊന്നും കുടുംബത്തിന് മോളുണ്ട്, നിനക്ക് 2 അമ്മമാരുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ, അതൊക്കെ വിട്ടുകളാ എന്ന് താര പറയുമ്പോ കൊന്നുകളയും ഞാൻ നിങ്ങളെ. എന്റെ കിരണനെ ഞാൻ മറക്കണമെന്ന് പറഞ്ഞാ ഞാൻ നിങ്ങളെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് താരയെ ഭീഷണിപ്പെടുത്താണ്. അത് മാത്രമല്ല താരടുത്ത് പറയണ്ട, നോക്കിക്കോ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. നിങ്ങൾ
ആർക്കെങ്കിലും ഇത് പറയുകയാണെങ്കിൽ നിങ്ങളെ പോലും ഞാനും ചാവും എന്ന് സരയു പറയാട്ടോ. ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് സരയു വീണ്ടും ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ട്. താരേനെ കാണാൻ വേണ്ടി തന്നെ കല്യാണി ആരുമില്ലാത്ത സമയത്ത് തന്നെ താരയുടെ അടുത്തേക്ക് വരുവാട്ടോ. ബെല്ലടിക്കുമ്പോ കല്യാണിനെ കാണുമ്പോ താരക്ക് സന്തോഷമാവാണ്. താര പണ്ട് വാ വന്നിരിക്കുന്നു പറയാണ്. കല്യാണി വന്നിരിക്കുന്നുണ്ട്. കല്യാണി ചോദിക്കുന്നുണ്ട്, താരാന്റി എനിക്ക് ആന്റി അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ആന്റി ശരിക്കും ആന്റിക്ക് എന്താ പ്രശ്നം? ഞാൻ എന്തെങ്കിലും അപകടത്തിൽ പെടുമെന്ന് ആന്റി സ്വപ്നം കാണുന്നുണ്ടോ? അല്ല ആന്റി ഭയപ്പെടുന്നുണ്ടോ? അതോ ആന്റിക്ക് എന്തെങ്കിലും സൂചന എന്തെങ്കിലും കിട്ടിയോ? അല്ല എനിക്ക് കറക്റ്റ് അപകടം വരുന്ന സമയത്ത് തന്നെയാണ് ആന്റി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താ ആന്റി, ആന്റിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറ എന്ന് പറയുമ്പോഴേക്കും താര ഒന്നും പറയാനില്ല, ഒരു പേടി പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയണം. കല്യാണി പറയണ്ട്, പക്ഷെ അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആന്റിക്ക് എന്തൊക്കെയോ ഒരു പേടിയുണ്ട്. ആന്റി ആരൊക്കെയോ ഭയക്കുന്നുണ്ട്. ആന്റിനെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന സരയു, ആന്റിയുടെ സ്വന്തം മകളുടെ സരയു കാണുന്നതിന് മുമ്പേ ഞങ്ങൾ ആന്റിനെ കാണാൻ തുടങ്ങിയതല്ലേ. പ്രത്യേകിച്ച് കിരണേട്ടന്റെ അച്ഛൻ. കിരണേട്ടന്റെ അച്ഛൻ വരെ പറഞ്ഞു താര ആന്റി ഇതുപോലെ വിഷമിച്ചിരിക്കുന്നത് അച്ഛൻ പോലും കണ്ടിട്ടില്ലെന്ന്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കാൻ, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തുറന്നു പറ, തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നുമില്ലെന്ന് തന്നെ താര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശേഷം കല്യാണിക്ക് കുടിക്കാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണ്ട്. കല്യാണി പറയണ്ട, എനിക്ക് എന്തേ പറ്റും? ഒരാളുടെ ഉള്ളിൽ കയറിയിരുന്ന് അയാൾ എന്താ ചിന്തിക്കണെന്ന് മനസ്സിലാക്കാനൊന്നും പറ്റില്ലല്ലോ. ശരി, അങ്ങനെ ഒന്നുമില്ല എന്നാണെങ്കിൽ ശരി ആന്റി, ഞാൻ എന്നാ പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവാണ്. താരക്ക് ആകെ വിഷമമൊന്നും കേട്ടോ, സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ കിരണിനെയാണ് കേട്ടോ. കിരൺ ആ സമയത്ത് അവിടെ കറക്റ്റ് ആയിട്ട് വരാൻ ഒരു കാരണമുണ്ട്, വേറൊന്നുമല്ല. സരയുവിന്റെ ആ പേപ്പർ കിട്ടിയേക്കണത് നമ്മുടെ കിരണിനെ തന്നെയാണ്. അത് മാത്രല്ല, ഈ പറയുന്ന വീട്ടില്, അത് താരയുടെ വീട്ടില് സരയു ഇതുപോലെ കുറെ പേപ്പറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക കേട്ടോ. കിരൺ ലവ് സരയു, സരയു ലവ് കിരൺ എന്നിട്ട് ഫ്ലെയിംസ് ഒക്കെ നോക്കി. അതായത് ആ ഒരു സരയു ഒരു ചെറുപ്പക്കാരിയാണെന്നുള്ള വിചാരത്തിൽ, അതായത് 10-18 വയസ്സുള്ള പിള്ളേര് ചെയ്യണ പോലെ അത് ഇതിനെ കിരൺ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ തന്നെ നമ്മുടെ താരക്ക് കുറ്റബോധം കൊണ്ട് തുറന്നു കാണിക്കും. ആർക്ക്? കല്യാണിക്ക്. പക്ഷെ അതിനു മുമ്പേ കിരൺ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് അതിന് വേണ്ടിയിട്ടാണല്ലോ ആ പേപ്പറിൽ ഇങ്ങനെ കുത്തി വരച്ച് സരയു കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കും കിരൺ എന്ന് കറക്റ്റ് ആയിട്ട് കല്യാണിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ അവിടേക്ക് വന്നത്. കിരണിന്റെ ആ സമയത്തുള്ള നോട്ടം ശ്രദ്ധിച്ചില്ലേ? സരയുവിനെ കൊന്നുകളയാനുള്ള ദേഷ്യം ആ സമയത്ത് കിരൺ ഉണ്ടായിരുന്നു. അത് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. പിന്നീട് നമ്മുടെ താരയാണെങ്കിൽ കല്യാണിയുടെ സത്യങ്ങൾ എന്തായാലും പറയും. ഇപ്പൊ 1, 2, 3, 4 പ്രാവശ്യമാണ് താര മെസ്സേജ് അയച്ചിരിക്കുന്നത് കല്യാണിക്ക്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇനി കാണുന്നുണ്ടെങ്കിൽ കല്യാണിക്ക് മെസ്സേജ് നയിക്കുക ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ താര കല്യാണിയുടെ തുറന്നു പറയാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഇപ്പോ ഭാഗം ഈ ആഴ്ച ഫുള്ളും ഇങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ നമുക്ക് പ്രതീക്ഷയുള്ളത് ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് പ്രൊമോയിലാണ്. അതായത് അതില് സാരിക്ക് എന്തോ ഒരു പറ്റുന്നുണ്ട് കേട്ടോ സരയുക്ക്. അതെന്താ നമുക്ക് ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. 11 മണിക്ക് കാണിക്കുന്ന പ്രൊമോ അത്ര വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത് പ്രൊമോ ഇടാത്തത്. നല്ല സൂപ്പർ പ്രൊമോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 11 മണിക്ക് തന്നെ ഇടും കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.